ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ സൺഡേ വ്ളോഗ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, മുറ്റത്ത് മുഴുവൻ നല്ല കാറ്റും മഴയായതുകൊണ്ട് ഇങ്ങനെ ആകെ ഇലകളൊക്കെയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. രാവിലെ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ഇവിടെ കുർബാന 7:30-ക്കാണ് കേട്ടോ. 7:30-യുടെ കുർബാന കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഞങ്ങളെത്തി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്കേക്കുള്ള ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നോർമലി അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറി ഒന്നും അല്ലാണ്ട് സാധാരണ രീതിക്ക് നമ്മുടെ ചോറും ചിക്കൻ കറിയും ഒരു സർലാസും അച്ചാർ അങ്ങനെയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ മേടിച്ചുകൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി ഇങ്ങനെ വാല വെച്ചേക്കാണ് കേട്ടോ. കഴുകി ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പും വിനീഗറും ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വാൽ വയ്ക്കുന്ന ഈ കൊട്ടയുണ്ടല്ലോ അതിലോട്ട് വെച്ചേക്കാണ്. അപ്പോൾ എക്സസൈസിന് വരുന്ന വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കത് ഒരു 10-15 മിനിറ്റ് ഒന്ന് തിരുമ്പി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളൊക്കെ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കാറ്? പല പല രീതിയിൽ പല പല സ്ഥലത്താണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ ഞാനിപ്പം തിരുമ്പി വെക്കുന്ന കൂട്ടത്തിലോട്ട് ഒരു ചെറിയ സവോള അത് മുഴുവൻ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരുപാട് വെളുത്തുള്ളി കാണുന്നത്. നമുക്കൊരു 3 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് ടൈമൊക്കെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രാവിലെ സ്കൂളിൽ പോകുന്ന ഇതിനൊക്കെ മുന്നേ ഭയങ്കര തിരക്കാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇഞ്ചി നന്നാക്കുക, വെളുത്തുള്ളി നന്നാക്കുക, അതെടുക്കുക ചതക്കുക, അതൊക്കെ ഭയങ്കര ആ സമയത്തൊക്കെ വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് വലിയ കാര്യമായിട്ടൊന്നും തോന്നാറില്ല. അപ്പോൾ അതിന് ഒരു എളുപ്പമാർഗ്ഗം എന്ന രീതിയിൽ കുറച്ച് അധികമായിട്ട് എടുത്തിട്ട് അരച്ച് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പണി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇത്തിരി ഉപ്പും അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ച മുളകുണ്ടല്ലോ, ഈ പച്ചമുളക് കണ്ടോ ഞാൻ 2 ആഴ്ചയിലധികമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിച്ചണിൽ ഒരുപാട് ജോലി ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സവാള ഇട്ടിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, നന്നായിട്ട് മൂത്ത നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെന്ന് പറഞ്ഞില്ലേ, തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല, തയ്യാറാക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ വ്ളോഗ് എടുക്കുന്ന കാരണം ആകെ അങ്ങോട്ട് തെറ്റിപ്പോയതാണ്. അപ്പോൾ അതിന് വേണ്ടി നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നാക്കാൻ നമുക്ക് അത് അരിയാം. ഇങ്ങനെ എന്താ പറയുക, കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ പീസായിട്ട്. വല്ലാണ്ട് ചെറുതാക്കണമെന്നില്ല, ഒന്ന് വെട്ടി നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി, അതുപോലെ വെളുത്തുള്ളി അങ്ങനെ തന്നെ മുഴുവനായിട്ട് ഇടാറ് കേട്ടോ. ഇഞ്ചി ഇപ്പോൾ നമ്മുടെ ഇവിടെ നാടൻ ഇഞ്ചി കിട്ടാറുണ്ട്, വീട്ടിലുണ്ടാവാറുണ്ട്. ഇപ്പോൾ അത് പറിച്ചിട്ട് വീണ്ടും നട്ടേക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടയിൽ നിന്നാണ് മേടിക്കാറ്. സാധാരണ ഇവിടെ കടയിൽ നിന്ന് ഇഞ്ചി വാങ്ങലില്ല, നമ്മുടെ പറമ്പിൽ തന്നെ ഇങ്ങനെ ഇഞ്ചി നട്ട് എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഇഞ്ചി നടുന്ന സമയമായതുകൊണ്ട് വീണ്ടും നട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അതിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞിട്ടിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ഇങ്ങനെ വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 1 മാസമൊക്കെ വരെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ കൂടുതലൊന്നും വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, മറ്റേ ഐസ് ട്രേ ഉണ്ടല്ലോ ഫ്രീസറിൽ വെക്കുന്നത്, അതിലോട്ടാക്കിയിട്ട് ഒരു 3-4 മാസത്തോളമൊക്കെ ഇരുന്നോളും. ഫ്രീസറിലാവുമ്പോൾ പിന്നെ ഒരുപാട് നാളിരിക്കുമല്ലോ. ഇത് നമ്മുടെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നതേ നമുക്കൊരു പ്രിസർവേറ്റീവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ സവാള ഉണ്ടല്ലോ, സവാളയും പച്ചമുളകും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ബാക്കി വരുന്ന ഇതും കൂടി അതിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഇത്തിരി വെള്ളമൊക്കെ വെച്ച് കഴുകിയിലൊഴിക്കും കേട്ടോ, കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി പൊടിച്ചതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇച്ചിരി അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1.5 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നത് വഴി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനിൽ എന്തെങ്കിലുമൊക്കെ ആൻറ്റി ബാക്ടീരിയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോകാനും നമ്മുടെ വയറിന് നല്ലതൊക്കെയാണ് കേട്ടോ. പിന്നെ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന്, ഞാൻ പറഞ്ഞല്ലോ നാടൻ രീതിയിലാണ് വെക്കുന്നത്. സവോള വഴട്ടുന്ന ടൈമിൽ അധികം ഇടുന്നില്ല, അതുകൊണ്ട് ഇപ്പം
ഞാൻ ഇവിടുത്തെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മുടെ മല്ലി പൊടിച്ചതാണ് കേട്ടോ, മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഇതൊരു 1.5-1.25 കിലോ ചിക്കനാണെന്ന് തോന്നണം കേട്ടോ, 2 കിലോൻ്റെ താഴെയുള്ളൂ. പിന്നെ കുറച്ചും കൂടി ഞാൻ മസാലപ്പൊടി ചില സമയത്താണ് ഇടാറുള്ളൂ, ഇങ്ങനെ തിരുമ്പി വയ്ക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ വഴറ്റണ സമയത്താണ് ഇടാറ്. പിന്നീട് നമുക്ക് ആവശ്യത്തിന് പൊടിയുപ്പാണ് ചേർക്കുന്നത് കേട്ടോ. കല്ലുപ്പാണ് ഇവിടെ അമ്മയൊക്കെ ഇപ്പോൾ കല്ലുപ്പ് ചേർക്കാറ്, ഞാനിപ്പോൾ കല്ലുപ്പ് ചേർത്താൽ ഉപ്പ് കൂടും, അതുകൊണ്ട് പൊടിയുപ്പ് ചേർക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് തിരുമ്പി കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കൈ നീരണ കാരണം ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പണ്ടൊക്കെ തിരുമ്പിയിരുന്നത്. പക്ഷേ ഇപ്പോൾ തിരുമ്പി പഠിച്ച കാരണം ഇപ്പോൾ വലിയ നീറ്റൊന്നും ഉണ്ടാവാറില്ല. കൈ വെച്ച് തന്നെ തിരുമ്പുവാണെങ്കിൽ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, തിരുമ്പണ നേരത്ത് വരുന്ന സ്മെല്ല്, ആ സ്മെല്ല് കൈ വെച്ച് തന്നെ തിരുമ്പുവാണെങ്കിൽ ഈ നമ്മുടെ സവാള അതൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് കുഴഞ്ഞ് കൂടിയിട്ട് നമ്മുടെ ആ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇവിടെ. ഇസയ്ക്കും കുട്ടൂസിനൊക്കെ ആ സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു ഗ്രേവിയൊക്കെ തൊട്ട് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതിലോട്ട് ഞാൻ നമ്മൾ കഴുകി വാല വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ചേർത്ത് ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പള്ളിയിൽ കുർബാനയുടെ സമയമൊക്കെ മാറ്റി കാരണം രാവിലെ നമ്മൾക്ക് ഒരുപാട് ടൈമുള്ള പോലെ തോന്നും. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ 5:45 കുർബാന, 5:45, പിന്നെ 10 മണിക്ക്, 8 മണിക്ക്, 10 മണിക്ക്, പിന്നെ ഉച്ചതിരിഞ്ഞ് 8 മണിക്ക് നമുക്ക് കണിമംഗലം മഠത്തിലാണ്, അപ്പോൾ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് തന്നെ പിന്നെ 10 മണിക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലൊക്കെ ആയി കാരണം അതും പോകാറില്ല, ഉച്ചതിരിഞ്ഞ് പോകാറ്. ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ 7:30-ക്കാണ്, 7:30-ക്ക് കുർബാന കഴിഞ്ഞ് കാറ്റീസ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ ഭയങ്കര സുഖമാണ് നമുക്ക്, എന്താ പറയുക, കാറ്റീസ് കഴിഞ്ഞ് എവിടേക്കെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ അത് കാരണം കുർബാനയ്ക്ക് കഴിഞ്ഞ് വന്ന കാരണം നമുക്ക് ഒരുപാട് ടൈമുള്ള പോലെ തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞ് വീണ്ടും പള്ളിയിലൊക്കെ പോകണമല്ലോ, അപ്പോൾ ഒട്ടും തന്നെ ടൈമില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ തിരുമ്പി കൂട്ടി വെക്കുവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. മുഴുവൻ കാര്യങ്ങളും എന്നാലും ഒരു സൺഡേ വ്ളോഗാണ് സ്റ്റാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഫുൾ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് അവർക്ക് ചായ കൊടുക്കാം കേട്ടോ. അവരും ഈ പറഞ്ഞ പോലെ പള്ളിയിൽ പോയിട്ട് വന്നതായിരുന്നു, അതുകൊണ്ട് തന്നെ വേഗം പോയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീണ്ടും പിന്നെ നമ്മുടെ ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സവോള അരിഞ്ഞിട്ട് ആ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ടു കേട്ടോ. അതിന് ശേഷം സവോള ഇട്ടു. സവോള അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ,
ആ സംഗതികൾ. പിന്നെ നമ്മുടെ പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ആവശ്യമായ പൊടികളൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് മാത്രം ഇടാം കേട്ടോ. ഇട്ടതിന് ശേഷം കുറച്ചും കൂടി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ വഴറ്റുന്ന ടൈമിൽ ഇവിടെ സവോള അധികം ഇടുന്നത് ഇഷ്ടമല്ലാത്ത കാരണം ഒരു സവോളയ്ക്ക് എടുക്കാറുള്ളൂ കേട്ടോ. നമ്മൾ തിരുമ്പി വെക്കുമ്പോൾ ഒരു സവോള എടുത്തു, വഴറ്റുന്ന സമയത്ത് 1-2 സവോള, ചെറുതാണെങ്കിൽ 2 നല്ല വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണമൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പോയി വർത്താനം പറയും, ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇളക്കുന്ന വീഡിയോ ഭാഗങ്ങൾ മാത്രമാണ് ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അടിപിടിക്കില്ല, എന്നാലും ഞാൻ ഇളക്കി, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മണം എത്ര ഇട്ടാലും ആ ഒരു മണം പോരാൻ തോന്നുമ്പോൾ ഞാൻ വീണ്ടും ഇടും. ഇങ്ങനെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും, അപ്പോൾ എത്ര ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി, ഒരു മീഡിയം തക്കാളി ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 പഴുത്തത് നോക്കിയിട്ട് ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത്, വല്ലാണ്ട് അങ്ങോട്ട് പേസ്റ്റ് പോലെ അരച്ചില്ല, ഒന്ന് ചതച്ചെടുത്ത പോലെ ആക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മളിത് വേവണം. ഇതിൽ നിന്ന് ഈ സവോളയല്ല നമ്മുടെ തക്കാളിയിൽ നിന്നുണ്ടല്ലോ എണ്ണ തെളിഞ്ഞ് വരുന്ന ടൈമിൽ വേണം നമ്മൾ ചിക്കൻ ഇടാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്കൊരു എന്താ പറയുക, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ എണ്ണ തെളിഞ്ഞിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ ഉരുണ്ട് കൂടി ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് വേണം നമുക്ക് ഗ്രേവി കൂടുതൽ ഇങ്ങനെ മാറ്റി വരുന്നതുകൊണ്ട് കറിക്ക് നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് അവിടെ തിരുമ്പി വെച്ച ചിക്കനും അതിലുള്ള വെള്ളം കൂടി ഞാൻ ഇടുന്നുണ്ട്. കാരണം ഇച്ചിരി കുഴഞ്ഞ ടൈപ്പിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാടൻ രീതിയിലാണ്, എന്നാൽ പണ്ടത്തെ അമ്മമാർ വയ്ക്കുന്ന ആ ഒരു രീതിക്കും അല്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. നമുക്ക് നോർമലി ഈസി ആയിട്ട് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ആക്ച്വലി വെച്ച് വന്നപ്പോൾ സമയം 1 മണിക്ക് ആയി, കാരണം ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. മിക്സ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുക, പിന്നെ മല്ലിയില ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നോർമലി എല്ലാ സൺഡേസിലും ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും വയ്ക്കാറ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ സൺഡേ എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ കറിയും ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വേണം ഇത് ഈസയുടെ പണിയാണ് വെച്ചാൽ വെക്കേഷൻ ടൈമിൽ ഉണ്ടാക്കിയതാണ്. അവരുടേതായ ഒരു രീതിയിലുള്ള ഒരു കിച്ചൺ സെറ്റ് ചെയ്തതാണ്. കുറച്ച് കാർഡ്ബോർഡ് ഇങ്ങനെ തുറക്കും, ഇതിൽ പീസൊക്കെ ഉണ്ടാക്കാറുണ്ട്. നോക്കട്ടെ എങ്ങനെ കഴിക്കാന്ന്, ഇങ്ങോട്ട് നോക്കിയിട്ട് കഴിക്കി. മുഖം മതി ഇത്ര ഉള്ളു. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഇതിന് ശേഷം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി നീച്ചതിന് ശേഷം നമ്മളുടെ മീഷോന്ന് മേടിച്ച ആ കളർ സെറ്റാണ് കേട്ടോ. അത് വെച്ചിട്ട് കളർ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കളർ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ്. ആക്ച്വലി ഇതൊരു എന്താ പറയുക, കുട്ടി വ്ളോഗായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ടിൽ ദെൻ ബൈ. അപ്പോൾ ഇനി ഒരു സൺഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഞാൻ ഫുൾ ഡേ വ്ളോഗ് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദെൻ ബൈ. അപ്പൊ ഞാൻ നാളെ സ്കൂളിൽ കൊണ്ടുപോട്ടാ. എനിക്ക്